ബാംഗ്ലൂരിലെ ഒരു കോളേജ് വിദ്യാർത്ഥിനി, രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അത് കുടക് സ്വദേശിനിയായ 19കാരി സന പർവീൺ എന്ന് പറയുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി. ആ കുട്ടി തൂങ്ങി മരിച്ചു. അതും മറ്റ് ഒരു 3 വിദ്യാർത്ഥിനികളും കൂടെ ഒരു വാടക മുറിയിലാണ് അത് താമസിച്ചുകൊണ്ടിരുന്നത്. ഷെയർഡ് ഓക്യുപ്പേഷൻ. അവർ 3 കൂടെ അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരു കുട്ടി നാട്ടിലേക്ക് പോയി, മറ്റ് 2 കുട്ടികൾ കോളേജിലേക്കും പോയി. ഇത് കോളേജിൽ പോകാൻ നേരത്തെ ഇതിൻ്റെ തലവേദനയാണെന്നും പറഞ്ഞ് ഈ സന പർവീൺ പോയില്ല. സന പർവീണിൻ്റെ പിതാവ് അബ്ദുൽ നസീർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇത് കോളേജിലേക്ക് പോയില്ല, അതിൻ്റെ തലവേദനയാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഈ റിഫാസ് എന്ന് പറയുന്ന ഇതിൻ്റെ സീനിയർ വിദ്യാർത്ഥിയാണ് അവൻ വിളിച്ചു പറയുന്നു, ഈ കെട്ടിടം ഉടമയുടെ അടുത്ത്, അതായത് ഈ മുറിയുടെ ഉടമയുടെ അടുത്ത് വിളിച്ചു പറയുന്നു, ഇത് ഇങ്ങനെ ഈ പെൺകുട്ടി ഇപ്പോൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞു, തൂങ്ങി മരിക്കുന്നെന്ന് പറഞ്ഞു, അവിടെ മരിക്കുമെന്ന് പറഞ്ഞു. എളുപ്പം തന്നെ പെട്ടെന്ന് തന്നെ കെട്ടിടം ഉടമ ആളുകളെയും കൂട്ടി അവിടെ ചെന്ന് നോക്കിയപ്പോൾ മുറി അവർ ചവിട്ടി തുറന്നപ്പോൾ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന ഈ സന പർവീണിനെയാണ്. എൻ്റെ ജീവൻ പോയി എന്നെ ആശുപത്രി കൊണ്ടുപോയെങ്കിലും എൻ്റെ മരണം സ്ഥിരീകരിച്ചു. അപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ റിഫാസ് എന്ന് പറയുന്ന നമ്മുടെ തൃശ്ശൂർ ചാവക്കാട്ടുകാരൻ, അവനെ ഈ പെൺകുട്ടിയായിട്ട് വളരെ ഒരു നല്ല ബന്ധത്തിലായിരുന്നു, സ്നേഹബന്ധത്തിലായിരുന്നു. ആ ബന്ധം മുതലെടുത്തിട്ട് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഇതിൻ്റെ ആഭരണങ്ങളെല്ലാം കൈക്കലാക്കിയിട്ടുണ്ടവൻ. ഇത്തിരി കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് വരുന്നതാണ്. അതുകൂടാതെ ഇതിനെ പണം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നവൻ. അങ്ങനെ ഒരു നിവൃത്തിയില്ല. ആ ഭീഷണിക്ക് മുമ്പിൽ നിന്ന് അതിനെ ഒഴിഞ്ഞു മാറാൻ ഒരു മാർഗമില്ലാതെ വന്നപ്പോൾ ഈ പെൺകുട്ടി അവസാനം ഇവനെ മെസ്സേജ് അയച്ചു, ഇതേപോലെ അത് ആത്മഹത്യ ചെയ്യാൻ പോകുക, അതിന് വേറെ മാർഗമില്ല എന്ന്. അങ്ങനെ മെസ്സേജ് അയച്ചതിന് ശേഷമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോൾ ഇവൻ്റെ പേരിൽ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അവൻ്റെ കാര്യം ഏതാണ്ട് ഒരു തീരുമാനമായി എന്ന് വിചാരിച്ചാൽ മതി. ഈ വഴിവിട്ട ബന്ധങ്ങൾ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ അവർ ചിന്തിക്കത്തില്ല ഇതിൻ്റെ പുറയിലുള്ള കുഴപ്പങ്ങൾ. ആദ്യമൊക്കെ വലിയ പൊന്നെ പൊടിയെന്നൊക്കെ വിളിച്ച അവന്മാരെല്ലാം ഇതിനെ കൂടെ നടത്തും, നല്ല സ്വഭാവമായിട്ടൊക്കെ കാണിച്ചാൽ മാത്രമേ ഇതൊരു പ്രേമബന്ധത്തിൽ അവനുമായിട്ട് ഏർപ്പെടത്തുള്ളൂ. ഇത് കഴിഞ്ഞ് ഒരു പരുവം കഴിയുമ്പോൾ അവൻ്റെ തനി സ്വരൂപം അവൻ ഇങ്ങ് പുറത്തെടുക്കും. അവൻ മദ്യപാനിയായിരിക്കും, അല്ലെങ്കിൽ അവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വെളിയിൽ വരുന്നത്. അപ്പോഴേക്കും ഒരു നല്ലൊരു ഭാഗം കഴിഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരിത്തിരി മുമ്പോട്ട് പോയി ഇനി പുറകോട്ട് പോകാൻ മാർഗമില്ല. അങ്ങനെ വരും. കാരണം ഇത് ജീവിതം അങ്ങ് മുമ്പോട്ട് പോയി. ഇവനെ വിശ്വസിച്ച് ഒരുപാട് നാൾ ഇവൻ്റെ കൂടെ നടന്ന് അങ്ങനെ പോയി. അവർ തമ്മിൽ പല ബന്ധങ്ങളും ഒക്കെ കാണും, ശാരീരികമായിട്ടും ഒക്കെ ഉള്ള ബന്ധങ്ങളും ഒക്കെ കാണും. അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടൊരു പരുവായി കഴിഞ്ഞിട്ട് ഇവനെ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ അപ്പോഴേക്കും വളരെ ദൂരം മുമ്പോട്ട് പോയിരിക്കും. അതാണ് പ്രശ്നം. പിന്നെ ഒരു തിരിച്ചുപോക്കെന്ന് പറയുന്നത് സാധ്യമല്ല. തിരിച്ചു പോകാൻ മാർഗമില്ല, തിരിച്ചു നടക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ആണ് ഈ പെൺകുട്ടികളൊക്കെ ആത്മഹത്യയെക്കുറിച്ച് ഇതുപോലെ ചിന്തിക്കുന്നത്. എത്ര ആത്മഹത്യകൾ ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരുപാട് ആത്മഹത്യകൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവനെ ഇത് കഴിയുമ്പം ഇവനെ ഇതിൻ്റെ അടുത്ത് പണം നോക്കുമ്പോൾ ഒരു കറവ പശുവായിട്ട് ഇതിനെ കൊണ്ടു നടക്കുകയാണ്. അതിൻ്റെ ആഭരണമൊക്കെ വാങ്ങിച്ചു, അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതിനെ ഇന്ന് അതിൻ്റെ വീട്ടിൽ നിന്ന് പണം വാങ്ങിച്ച് അവന് കൊടുക്കണം. കൊടുത്തില്ല, അങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയും. ഈ മുഖം കാണുമ്പോൾ ഈ പെൺകുട്ടി ഞെട്ടിപ്പോവും. അതാ സംഭവിക്കുന്നത്. ആ രീതിയിൽ അവൻ അതിനെ ഭീഷണിപ്പെടുത്തി അതിൻ്റെ കയ്യിൽ നിന്നുള്ള സ്വർണവും വാങ്ങി അവസാനം പണം വാങ്ങി പണത്തിന് വേണ്ടി സ്ഥിരമായിട്ട് പിന്നെ അതിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതായിട്ട് ഇതിൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞത് അറിവ് വെച്ചുകൊണ്ടാണ് അബ്ദുൽ നസീർ, ഇതിൻ്റെ പിതാവ് അബ്ദുൽ നസീർ ഇപ്പോൾ അവനെതിരെ കേസ് കൊടുത്തത്. അപ്പോൾ അവനെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത് ഇങ്ങനൊരു സംഭവത്തിൽ. ഏതായാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതുപോലെ നല്ലൊരു കുട്ടി
അതിൻ്റെ 19 വയസ്സേ ആയുള്ളൂ. എത്രയോ ജീവിതം അതിന് മുമ്പോട്ട് കിടപ്പുണ്ടായിരുന്നു. അത് മുഴുവൻ മുളയിലേ നുള്ളിക്കളയാൻ ഒരു വൃത്തികെട്ടം വിചാരിച്ചപ്പോൾ കഴിഞ്ഞില്ലേ? ഇവന് അതാ ഞാൻ പറഞ്ഞ, എന്തെങ്കിലും ആത്മാർത്ഥതയുള്ളവനാണോ ഇവന്മാർ? ഒന്നുമല്ല. ഇവനൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പെൺകുട്ടികളും മക്കൾ ചിന്തിക്കേണ്ട കാര്യം, ഇവനെ എപ്പോഴും ഒരു സംശയദൃഷ്ടിയോടെ ഇങ്ങനെയുള്ളവനെ കാണാവൂ. അല്ല പുറമോടി കണ്ടൊന്നും ഒരുത്തിനെയും സ്നേഹിക്കാനും അവനുമായിട്ട് ഇടപെടാനും പോരുത്. അവനെക്കുറിച്ച് ശരിയായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. അവൻ്റെ ഇടപാടുകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടല്ലാതെ അവനുമായിട്ട് ഇടപെടരുത്. ഇവൻ്റെ കൂടെ ഒന്ന് ചിരിക്കാൻ പോയി കഴിഞ്ഞാൽ പോലും ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുത്തനാണെങ്കിൽ ഒരു 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 തെണ്ടി UP പോയി തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാണ്, ബീഹാറിലോ അങ്ങാണ്ട് പോയി തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഒരു പെൺകുട്ടിയെ വെടിവെച്ച് വന്നത്. എന്താ കാര്യം? അത് വിവാഹ സമ്മതം കൊടുക്കുന്നില്ല അവനുമായിട്ട്. ചിലവന്മാരെ ആസിഡ് എടുത്തൊഴിക്കും. ഇതെങ്ങാനും പ്രേമമാണോ ഇതൊക്കെ? ഒന്നുമല്ലല്ലോ. അല്ല, എന്താ വിവാഹത്തിന് സമ്മതിക്കുന്നില്ലെന്ന് എന്ത് ചെയ്യാനൊക്കെ? പെട്രോൾ ഒഴിച്ച് കത്തിക്കും ചിലവനൊക്കെ. ഇതുപോലൊക്കെ നോക്കുക. അതുകൊണ്ട് എന്താണെന്നറിയോ, നോക്കണം. നോക്കി വളരെ ആലോചിച്ചും കണ്ടും മാത്രമേ ആരുമായിട്ടെങ്കിലും ഇടപെടാവൂ. ഇല്ലെങ്കിൽ വളരെ അപകടമാണ്. നിങ്ങൾക്കൊന്നും അതിനുള്ള പ്രായം, ഈ 19 വയസ്സിലൊന്നും അതിനുള്ളൊരു പക്വതയൊന്നും കിട്ടത്തില്ല. ഒരു 3-4 വർഷം കൂടെ കഴിയട്ടെ. എന്നിട്ട് നമുക്ക് പഠിത്തമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീട്ടുകാർ കല്യാണം ആലോചിക്കും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പറയാം, ഇവനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് പോരെ, അവനെങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറയണം. നോക്കിയിട്ട് അന്നേരം കാണുമ്പോൾ അത് ശരി, അത് കുഴപ്പമില്ല, അവനെ എനിക്ക് ഇഷ്ടമാണ്, ഒന്ന് പോയി അന്വേഷിച്ച് നോക്കണം. വീട്ടുകാരൊക്കെ അന്വേഷിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർ ശരിയായ രീതിയിൽ അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് ഇവനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും പലപ്പോഴും. അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ ഈ അറേഞ്ച്ഡ് മാരേജിൻ്റെ ഗുണം അതാണ്. ഒന്നുമില്ലേ, ഈ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അച്ഛനും അമ്മയും സഹോദരനും എല്ലാം കൂടെ പറയുന്നു കല്യാണം കഴിക്കുക. ഇന്നാരെ നിങ്ങൾ പറയുന്നുണ്ട് അവൻ നല്ലവനാന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ കല്യാണം കഴിക്കാം. പക്ഷേ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ശരിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. നേരെ മറിച്ച് നിങ്ങൾ തന്നെ നോക്കിയെടുത്താൽ അവൻ ഈ ആണെന്നുണ്ടെങ്കിൽ അതിനാരെ കുറ്റം പറയാൻ വെക്കും? ആരെ പഴിക്കാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ പോയിട്ട് പറയാൻ പറ്റും ഇങ്ങനൊരു ഇവൻ വലിയ കുഴപ്പക്കാരനാണെന്ന്? അത് നീ തന്നെയല്ലേ ആലോചിച്ചേ, നീ തന്നെ നോക്കിയെടുത്തല്ലേ, അന്ന് ഞങ്ങളെല്ലാം പറഞ്ഞല്ലേ എന്നെല്ലാവരും കൈമലർത്തും. എങ്ങോട്ട് പോവും? ആ സാഹചര്യങ്ങളിൽ ഒരുപാട് ആത്മഹത്യകൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, മുമ്പോട്ട് ഒരുപാടങ്ങ് കടന്നു പോയി കഴിയുമ്പോൾ തിരിച്ച് പുറകോട്ട് നടക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ ആവും. അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് മണ്ടത്തരങ്ങൾ പറ്റരുത്. ഇനി നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള പ്രവീണുമാരൊന്നും ഉണ്ടാകരുത്. കാരണം അതുപോലെ തന്നെ ഈ റിഫാസിനെ പോലുള്ള വൃത്തികെട്ടവന്മാരുണ്ടല്ലോ, യവന്മാരൊന്നും ഉണ്ടാകരുത്. ആ പെണ്ണിനെ കണ്ടോന്നാണോ നീ അതിൻ്റെ ഇന്ന് ആഭരണം വാങ്ങിച്ച് ജീവിക്കാൻ പോയി? ഇതിലും നല്ലത് തെണ്ടി ജീവിക്കുന്നതല്ലേ നീയൊക്കെ? അതല്ലേ വേണ്ടത്? ഈ ഒരു പാവം പെണ്ണിനെ അതിനെ വിരട്ടി അതിൻ്റെ ആഭരണവും സ്വർണവും പണമെല്ലാം വാങ്ങിച്ചു. അതിനുശേഷം പിന്നെ അതിനെ പണത്തിന് വേണ്ടി അതിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു, വിരട്ടിക്കൊണ്ടിരുന്നു, അതിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. നാണമില്ലേ നിനക്കൊക്കെ? ഇതിലും നല്ലത് പിച്ചെടുത്ത് കഴിയുന്നതല്ലേ? ചിന്തിക്കണം.